ഇനി നീ എന്ത് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല ഗിരി. നീ വേറെ ഏത് പെണ്ണിനെ ചൂണ്ടിക്കാട്ടിയിരുന്നാലും ഞാൻ സമ്മതിച്ചേനെ. പക്ഷേ ഇത് ഞാൻ സമ്മതിക്കില്ല. മാധവിയമ്മ മകന് നേരെ ആക്രോശിച്ചു. അമ്മയ്ക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? ഓർമ്മ വെച്ച നാൾ മുതൽ നെഞ്ചിൽ കൊണ്ട് നടന്നതാ ഞാൻ അവളെ. കുറച്ചു നാൾ മുമ്പ് വരെ അമ്മയും കൂട്ടു നിന്നതല്ലേ. ഇപ്പോൾ എന്താ? ഗിരിയും വിടാൻ കൂട്ടാക്കിയില്ല. എടാ, അന്നത്തെ പോലെയാണോ ഇപ്പോൾ? അവള് ബാക്കി പറയാതെ അവർ മുഖം തിരിച്ചു. അവള് ബാക്കി കൂടെ പറയാമേ. അവൾ എന്തായെന്നാ? 25 വയസ്സുണ്ട് അവൾക്ക്. അവൾക്കൊപ്പം പഠിച്ച ആ പ്രായത്തിലെ പെൺകൊച്ചുങ്ങൾ കല്യാണവും കഴിച്ച് കുടുംബവും കുട്ടികളുമായി ജീവിക്കുമ്പോൾ അവൾ സ്വന്തം വീടിനും വീട്ടുകാർക്കും വേണ്ടി കഷ്ടപ്പെടുക. ആരുടെയും മുന്നിൽ തല കുനിക്കാത്ത തൻ്റെടിയായ അവളോട് തോന്നിയ ബഹുമാനവും സ്നേഹവുമാണ് എനിക്ക് അവളോടുള്ള പ്രണയം. അതേതോ ഒരുത്തൻ അവളെ പിച്ച് ചീന്തി എന്ന് കരുതി മറന്നു കളയാൻ എനിക്ക് മനസ്സില്ല. ഞാൻ സ്നേഹിച്ചത് എൻ്റെ അനുവിനെയാണ്, അവളുടെ ആ മനസ്സിനെയാണ്, അല്ലാതെ ശരീരത്തിനെ അല്ല. പറയുമ്പോൾ ഒരിക്കൽ പോലും അവൻ്റെ ശബ്ദം ഇടറിയില്ല. അനുവിനെക്കുറിച്ച് എല്ലാം അറിയാം. മകൻ്റെ വർഷങ്ങളായുള്ള പ്രണയത്തെയും അറിയാം. എങ്കിലും മാധവിയമ്മയ്ക്ക് ഈ അവസ്ഥ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എടാ മോനെ, എനിക്കറിയാം, എന്നാലും നാട്ടുകാർ എന്ത് പറയും? അപ്പം അമ്മയ്ക്ക് നാട്ടുകാരാണ് പ്രശ്നം. ഇതേ നാട്ടുകാർ തന്നെയാ അച്ഛൻ മരിച്ച ശേഷം എന്നെ വളർത്താൻ കഷ്ടപ്പെട്ടപ്പോൾ അമ്മയെ മോശം പറഞ്ഞത്. അതേ നാട്ടുകാർ തന്നെയാ ഞാൻ പഠിച്ചൊരു ജോലി നേടിയപ്പോൾ അമ്മയുടെ വളർത്തുഗുണമെന്ന് പറഞ്ഞതും. ഇവർക്കൊക്കെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വേണം, അത്രേ ഉള്ളൂ. ഞാൻ അനുവിനെ വിവാഹം കഴിച്ചാൽ കുറച്ചുനാൾ പലതും പറയും, പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അത് മാറ്റി പറയും. അതുകൊണ്ട് അമ്മ നാട്ടുകാരെ വിട്. എനിക്കറിയേണ്ടത് എൻ്റെ അമ്മയുടെ മനസ്സാ. പറഞ്ഞുകൊണ്ട് അവൻ അവരെ നോക്കി. മുന്നത്തെക്കാളും കുറച്ച് അയവ് വന്നിട്ടുണ്ട്. അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അനുവിനെ സ്വന്തമാക്കില്ല. പക്ഷെ മറ്റൊരു വിവാഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, അമ്മ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായി, അവൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ അമ്മ മാറ്റി നിർത്തുമായിരുന്നു. ചോദിച്ചു കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഡാ ഗിരി, രാവിലെ കയ്യിൽ നിന്നും ചായ വാങ്ങിയിട്ടും ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്നവനെ മാധവിയമ്മ വിളിച്ചു. എന്താ അമ്മേ? എടാ, നമുക്ക് അനുവിൻ്റെ വീട് വരെ പോവാം. അമ്മ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാൻ വയ്യാതെ അവൻ നോക്കി. നീ സൂക്ഷിച്ചു നോക്കണ്ട, ഞാൻ ശരിക്കും ആലോചിച്ചു തന്നെയാണ്. സംഭവിച്ചതൊന്നും അവളുടെ തെറ്റുകൊണ്ടല്ല. അവൾ ചെയ്യാത്ത ഒരു തെറ്റിന് എന്തിനവളെ ശിക്ഷിക്കണം? അങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന് കരുതി അവളുടെ ജീവിതം തീർന്നു പോവില്ലല്ലോ. എൻ്റെ മരുമകളല്ല, മകളായിട്ട് എനിക്ക് അവളെ മതി. നീ വേഗം ഒരുങ്ങി വരാൻ നോക്ക്. മാധവിയമ്മ അകത്തേക്ക് പോയി. ഗിരിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. സഹതാപമൊന്നുമല്ല ജയേ, എൻ്റെ മോൻ നാളുകളായി നെഞ്ചിൽ കൊണ്ട് നടക്കുന്നതാ അവളെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ചോദിച്ചത്. എനിക്ക് തന്നൂടെ അവളെ? മാധവിയമ്മ പറയുമ്പോൾ അനുവിൻ്റെ അമ്മ ജയ സാരിത്തലപ്പിനാൽ വിതുമ്പലടക്കി. +2 പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചപ്പോൾ നന്നായി പഠിക്കുമായിരുന്നിട്ടും വീടിനു വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതാ അവൾ. ഇളയതുങ്ങളെ പഠിപ്പിച്ച് ഒന്നിനെ വിവാഹവും കഴിപ്പിച്ചു. ഇതുവരെ വീടിനു വേണ്ടിയല്ലാതെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടില്ല. തീരെ നനച്ചിരിക്കാത്ത നേരത്താണ് ജോലിക്ക് നിൽക്കുന്ന കടയിൽ മുതലാളി അവളെ കേസ് നടത്തി കിട്ടാവുന്ന ശിക്ഷ തന്നെ അവൾ അവന് വാങ്ങിക്കൊടുത്തു. അപ്പോഴും ആളുകളുടെ പുച്ഛവും സഹതാപവും ഒക്കെയാണ്. അന്നു മുതൽ വീട്ടിനകത്താണ് അവൾ. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്തവൾ. ഇന്ന് ചലനശേഷി നഷ്ടപ്പെട്ട ആളെപ്പോലെ. ഗിരിയെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ പ്രകടിപ്പിക്കാത്ത ഒരിഷ്ടം അവൾക്കുണ്ട്. പക്ഷേ ഇനി അവൾ സമ്മതിക്കുമെന്ന് പണ്ടത്തെ പോലെ അല്ല. ഒന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ തന്നെ ദേഷ്യ. കണ്ണു തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഗിരിയേട്ടന് ശരിക്കും എൻ്റെ ചേച്ചി ഇഷ്ടമാണോ? ചേച്ചിയെ കരയാതെ നോക്കുമോ? എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. അനുവിൻ്റെ അനിയൻ അരുൺ ഗിരിയോട് പറഞ്ഞു. ഗിരി അവനെ ചേർത്ത് പിടിച്ചു. നിന്റെ ചേച്ചി ദേ ഈ നെഞ്ചിനകത്ത. അവളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ലടാ. അത് മതിയായിരുന്നു അവർക്ക് അവളോടുള്ള ഇഷ്ടം മനസ്സിലാക്കാൻ. ഞാൻ അനുവിനോട് ഒന്ന് സംസാരിക്കട്ടെ. ഗിരി അവരെ നോക്കി. ജയ അരുണിനെ നോക്കി തലയനക്കി. വായേട്ടാ. അരുൺ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. പുറത്ത് നടക്കുന്നതെല്ലാം കേട്ടുകൊണ്ടാണ് അവളിരുന്നത്. പണ്ട് മുതലേ അറിയാം ഗിരിയെ. വഴിയരികിലും ബസ് സ്റ്റോപ്പിലും എല്ലാം തന്നെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നവനെ പണ്ട് മുതലേ ഇഷ്ടമാണ്. ഒരിക്കൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണെന്ന്. സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലി സ്വന്തമാക്കിയിട്ട് വരുമ്പോൾ മറുപടി പറയണമെന്ന് പറഞ്ഞിരുന്നു. താനും ആഗ്രഹിച്ചിരുന്നു ഒരു ജീവിതം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ജീവിതത്തിൽ ചേർത്ത് നിർത്തണമെന്ന്.
അതിനെന്തുകൊണ്ട് യോഗ്യൻ ഗിരിയേട്ടൻ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കതിനുള്ള യോഗ്യതയില്ല. മറ്റൊരുത്തൻ്റെ കരം പതിഞ്ഞ അവൻ്റെ വിയർപ്പേറ്റുവാങ്ങിയ ഒരു ശരീരം മാത്രമാണിന്ന് താൻ. വെറുപ്പാണ് സ്വയം. ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ ഇന്നെൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒന്നും അകറ്റിയേ മതിയാവൂ. പ്രാണൻ വെടിഞ്ഞു പോകുന്ന വേദനയുണ്ടെങ്കിലും അകറ്റി നിർത്തും ഞാൻ. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്നും എണീറ്റു. മുന്നോട്ട് നടക്കാൻ തുടങ്ങവേ തനിക്ക് മുൻപിൽ നിൽക്കുന്നവനെ കാണേ അവളുടെ ഉള്ളം പിടച്ചു. എങ്കിലും വെറുപ്പ് ഭാവിച്ചുകൊണ്ട് അവൾ മുഖം വെട്ടിത്തിരിച്ചു. അനു, അവൻ വിളിച്ചു. പോയിവിടുന്ന്, എനിക്ക് ആരെയും കാണണ്ട. മുഖം തിരിച്ചു നിൽക്കെങ്കിലും അവൾ ശബ്ദം ഇടറാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പോവാനല്ല അനു ഞാൻ വന്നത്. അന്ന് പറഞ്ഞ പോലെ നിന്നെ എൻ്റെ സ്വന്തമാക്കാനാണ്. അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിലും വാശിയോടെ അവയെ തടഞ്ഞു നിർത്തി. ഹോ, സഹതാപം ആവും അല്ലേ? എനിക്ക് വേണ്ടെങ്കിലോ? അനു, എനിക്കുള്ളിൽ നീ എങ്ങനെയോ അതുപോലെ നിന്റെ ഉള്ളിലും ഞാനുണ്ട്. എനിക്കറിയാം. ഇനി നീ ഈ അഭിനയം വേണ്ട അനു. അവൻ മുൻപിൽ വന്നു നിന്നു. എനിക്കൊന്നും കേൾക്കണ്ട, പോ എൻ്റെ മുമ്പിന്ന്. എനിക്കാരെയും കാണുകയും വേണ്ട, ഈ വിവാഹവും വേണ്ട, പൊയ്ക്കോ ഇവിടുന്ന്, അവൾ വാശിയോടെ പറഞ്ഞു. എനിക്കറിയാം നീ അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല എന്ന്. ഇനി എന്ത് തന്നെ ആയാലും നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കുവാനു. ഇറങ്ങിപ്പോവാനാ പറഞ്ഞേ. അവൾ അവനെ നെഞ്ചിൽ പിടിച്ചു തള്ളി. അല്പമൊന്ന് പുറകിലേക്ക് മാറിയെങ്കിലും അവൻ അപ്പോഴും അവിടെ തന്നെ നിന്നു. എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ? എനിക്ക് നിങ്ങളെ വേണ്ട. അനു നിറഞ്ഞു വരുന്ന കണ്ണുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മുഖത്ത് ദേഷ്യം വരുത്തി. എന്തിനാണ് അനു ഈ ദേഷ്യത്തിൻ്റെ മൂടുപടം? എനിക്കറിയുന്ന അനു ഇങ്ങനെയല്ല. എനിക്ക് ആ അനുവിനെ മതി. അവൻ മുന്നോട്ട് നടന്നു. ആ അനു ഇപ്പോൾ ഇല്ല, മരിച്ചു. എനിക്കൊരിക്കലും ഇനി ആ അനു ആകാൻ കഴിയില്ല. പോയിവിടുന്ന്. അവൻ മുന്നിലേക്ക് വരുംതോറും അവളും പിന്നിലേക്ക് ചുവടുവെച്ചു. ആര് പറഞ്ഞു നിനക്ക് കഴിയില്ലെന്ന്? നിനക്കേ കഴിയൂ. നിന്റെ കൂടെ ഞാനില്ലേ? ഞങ്ങളെല്ലാവരും ഇല്ലേ? എൻ്റെ കൂടെ വാടി. എൻ്റെ ജീവനല്ലേ നീ? അവൻ അവളോട് ചേർന്ന് നിന്നു. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോ പോ. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ ഒരടി പോലും അനങ്ങിയില്ല. അവൻ പോവില്ലെന്ന് കണ്ടതും അവൻ്റെ ദേഹത്തെ മാറി മാറി അടിച്ചു. എങ്കിലും അവളുടെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും ഒരു ചിരിയോടെ നോക്കി നിന്നവൻ. പോയിവിടുന്ന്, ഞാൻ ചീത്തയാ, ഞാൻ വേണ്ട ഗിരിയേട്ടാ, പോ, ഞാൻ കൊള്ളില്ല. അവളത് പറയുമ്പോഴേക്കും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദേ, ഇന്നിത് പറഞ്ഞത് പറഞ്ഞു. ഇനി മേലിൽ ഈ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ പെണ്ണാ നീ, എൻ്റെ മാത്രം. മനസ്സുകൊണ്ട് 1000 വട്ടം നീ പരിശുദ്ധയാ. പിന്നെ ശരീരം, ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ നമ്മുടെ ദേഹത്ത് മുറിവ് പറ്റില്ലേ? അത്രേ ഉള്ളടി, അത്ര മതി. ഇനിയും വയ്യടി കാത്തിരിക്കാൻ. പറഞ്ഞുകൊണ്ട് അവളെ കൂടുതൽ ചേർത്ത് പിടിക്കുമ്പോൾ അവളും അവനോട് കൂടുതൽ ചേർന്ന് നെഞ്ചിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ തടഞ്ഞില്ല. ആ കരച്ചിലും കൊണ്ട് അവൾക്കൊരാശ്വാസം കിട്ടിയാൽ, ആ മനസ്സൊന്ന് തണുത്താൽ അവൾക്ക് സമാധാനമാവട്ടെ എന്ന് കരുതി. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കരച്ചിലൊന്നടക്കി അവൾ ചോദിച്ചു. എനിക്കറിയില്ലടി, പണ്ട് മുതലേ നീ എൻ്റെ ഉള്ളിലങ്ങനെ നിറഞ്ഞു നിൽക്കുക. എന്തിനാണോ എങ്ങനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, നീ എൻ്റെ ജീവന. നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് നരകതുല്യമാവും. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ഞാൻ പറയട്ടെ എല്ലാവരോടും, ഇനി കാത്തിരിക്കാൻ വയ്യ, എത്രയും വേഗം എനിക്ക് തന്നേക്കാൻ. അവളുടെ മുഖം കൈകൊണ്ടുയർത്തി അവൻ ചോദിച്ചു. മറുപടി പറയാൻ അവൾക്ക് വീണ്ടും ഒരു വിഷമം തോന്നി, സ്വയം ഒരു ഉൾക്കുത്ത് പോലെ. അത് മനസ്സിലാക്കിയവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു. ഞാനുണ്ട് എന്നും. നമുക്കായി ഒരു മനോഹര ജീവിതം കാത്തിരിപ്പുണ്ട്. ഒന്നിൻ്റെ പേരിലും അത് കളയാൻ അനുവദിക്കില്ല ഞാൻ. നമ്മൾ ഒന്നിച്ച് ആ ജീവിതം ജീവിക്കും. നഷ്ടമായ പ്രതീക്ഷകൾ അവളിൽ വീണ്ടും ഉദിച്ചു വന്നു. ഇനിയാണ് താൻ ജീവിക്കാൻ പോകുന്നത്, അല്ല ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.